ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 84 ശ്ലോകം 4, 5, 6. തദനു ച ഭഗവൻ നിരീക്ഷ്യ ഗോപാൻ അതികുതുകാദുപഗമ്യമാനയിത്വാ ചിരതരവിരഹാതുരാംഗരേഖാഃ പശുപവധൂഃ സരസം ത്വമന്വയാസീഃ സപദി ച ഭവദീക്ഷണോത്സവേന പ്രമുഷിതമാനഹൃതാം നിദംബിനീനാം അതിരസപരിമുക്തകഞ്ചുളീകേ പരിചയഹൃദ്യതരേ കുചേന്യലൈഷീഃ റിപുജനകലഹൈഃ പുനഃ പുനർമേ സമുപഗതൈരിയതി വിളംബനാഭൂത് ഇതി കൃതപരിരംഭണേ ത്വയിദ്രാഗ അതിവിവശാ ഖലു രാധികാ നിലില്യേ. തദനു ച ഭഗവൻ നിരീക്ഷ്യ ഗോപാൻ അതികുതുകാത് ഉപഗമ്യ മാനയിത്വാ ചിരതരവിരഹ ആതുര അംഗരേഖാഃ പശുപവധൂഃ സരസം ത്വം അന്വയാസീഃ സപദി ച ഭവത് ഈക്ഷണ ഉത്സവേന പ്രമുഷിതമാനഹൃതാം നിദംബിനീനാം അതിരസപരിമുക്തകഞ്ചുളീകേ പരിചയഹൃദ്യതരേ കുചേ ന്യലൈഷീഃ റിപുജനകലഹൈഃ പുനഃ പുനഃ മേ സമുപാഗതൈഃ യതി വിലംബനാ അഭൂത് ഇതി കൃതപരിരംഭണേ ത്വയിദ്രാഗ് അതിവിവശാ ഖലു രാധികാ നിലില്യേ. പദങ്ങൾ. ഹരേ കൃഷ്ണ. സെമന്ത പഞ്ചകത്തിൽ ഭഗവാനും ബാക്കിയുള്ളവാളുമായിട്ടുള്ള ഒരു കൂടിച്ചേരലാക്കും ചൊല്ലറ. 4-ാമത്തെ ശ്ലോകത്തിൽ ഭഗവൻ തദനു ച ത്വം ഗോപാൻ നിരീക്ഷ്യ. എല്ലാവരും പലയിടത്തിലെന്ത് എല്ലാവരും മന്ദിരക പാണ്ഡവന്മാർ, കൗരവന്മാർ, യാദവന്മാർ എല്ലാവരും എന്തായച്ചങ്ക എന്താ ഗോപന്മാരും വந்தாളാം വൃന്ദാവനത്തിലേന്ത്. അന്നേക്ക് എന്താ അക്രൂരർ കൂട്ടിന്ന് വാർത്ത അതിൽ എന്താ തേരിൽ കയറി വന്ന് കൃഷ്ണരാക്കും. അതുക്കപ്പുറം പാത്തിട്ടില്ല എന്താ ഗോപികകളെയും ഗോപന്മാരെയും അവളെ പാത്തിട്ട് അതികുതുകാദുപഗമ്യമാനയിത്വ ரொம்ப സന്തോഷത്തോടെ അതി ആഹ്ലാദത്തോടെ പോയി അവളെ പോയി മാനിച്ചാര. അവ എന്നേതാന്ന എല്ലാം പെരിയ പെരിയ രാജാക്കന്മാരെല്ലാം വന്നിരിക്കാം. എപ്പടി അവ മുന്നാടി പോയി നിൽക്കരുത് ചൊല്ലി ആ പാവം ഒതുങ്ങി ഓരോരത്തിൽ ഒതുങ്ങി നിന്നിരുന്ന. നമ്മൾ പോലാമാ, നമ്മൾ വെറും ഇടയന്മാരല്ലുവാ, പശുവെ കറക്കപ്പെട്ടവാല്ലുവാ. അങ്ങ് ഭഗവാൻ കൃഷ്ണനാക്കും. എല്ലാ രാജാക്കന്മാരും കൂടെയും ഇരിക്കുന്ന സഭയിൽ പോയി നമ്മളെപ്പടി പോയി കൃഷ്ണ കൂപ്പിടുறது. നമ്മൾ പോനാ തെരിയുമാവർക്ക് മറന്നുപോയിരിപ്പോൾ അപ്പടി എന്നെല്ലാം നനച്ചത്. അവ ഒതുങ്ങി നിൽക്കുന്ന ഇടത്തിൽ കൃഷ്ണർ അങ്ങ പോറാരാ. ചിരതര വിരഹാതുര അംഗരേഖാഃ നിറയ കാലമാ വിരഹ ദുഃഖത്തിലിരിക്ക അന്ത ഗോപസ്ത്രീകളെല്ലാം, அந்த ഗോപികളെല്ലാം அந்த വിരഹ ദുഃഖത്തിനാല ഒരു രേഖ മാതിരി രേഖാഹ ചൊല്ലിരിക്കുക. ഒരു രേഖ, ഒരു വര എത്ര വണ്ണം കുറഞ്ഞിരിക്കുമോ അതുപോലെ ഇവെല്ലാം മെലിഞ്ച ശരീരത്തോടു കൂടിയവാളായാച്ച. പശുപവധൂഃ സരസം അന്വയാസീഃ. എന്താ ഗോപസ്ത്രീകൾ ആനന്ദത്തോടെ ഭഗവാൻ ആ പക്കത്തേക്ക് പോറാരാം. സപതി ഭവദീക്ഷണോത്സവേന എന്താ ഭഗവാനോട് കടാക്ഷം എന്താ ദർശനം കടച്ചതും പ്രമുഷിതമാനഹൃതാം നിദംബിനീനാം പരമமான ആനന്ദത്തിനാല് മനസ്സിൽ ഇരുന്ന அந்த പ്രണയകോപം
முன்னாடி அப்படி இல்லை ஜீவா கூப்பிட்டுட்டு வரலையானா ராதை அப்படியே திரும்பி நிற்பள். எத்தனை கூப்பிட்டாலும் கேட்க மாட்டா. அதே மாதிரி அந்த கோபசுந்தரிகளெல்லாம் அந்த பிரேமையினால் கிருஷ்ணர் வந்தപ്പോൾ மாறி நிന്നാளாம், திரும்பி நின்னாளாம். അതിരസ പരിമുക്ത കഞ്ചുളീകേ പരിചയ ഹൃദ്യതരേ കുചേന്യലൈഷീഹീച്ച. പ്രേമത്തിനാൽ அந்த கிருஷ்ணர் பின்னாடி போக அந்த பிரேமையில் அந்த கிருஷ்ணரையே மனசில் நினச்சி அவளோட தலைமுடி அழிஞ்சதோ, அவளோட மேலே இருக்கப்பட்ட அங்கவஸ்திரங்கள் கீழே விழுந்ததோ ஒன்றும் அவளுக்கு நினைவில்லாக்கி முன்னாடி அந்த மகாராசத்தில் எப்படி இருந்தாளோ அதே மாதிரி பகவானுமாயிட்டங்க ஐக்கியம். പുനഃ പുനഃ സമുപഗതൈഹി രിപുജന കലഹൈഹി. പിന്നെയും പിന്നെയും വന്നു ചേർന്ന ശത്രുക്കളുമായിട്ടുള്ള യുദ്ധം ചെയ്തുകൊണ്ടിരുന്നതിനാലെയാക്കും മേ ഇയതി വിളംബന അഭൂത്. எனக்கு உங்கள்கிட்ட எல்லாம் உங்களையெல்லாம் பார்க்க முடியாது. ரொம்ப பேக்கடாக இருந்தது கிருஷ்ணரோட லைஃபு. அங்கேருந்து வந்தாயாச்சு, വൃന്ദാവനത്തിലേருந்து ഉടനെ കംസനെ വധം பண்ணியாச்சு. அந்த വഴിയിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി കംസനെ വധം பண்ணியாச்சு. താത്താവെ കൊണ്ടുപോയി രാജാവാക്കാത്തിയാച്ച്. അമ്മയപ്പാവ് കുട്ടിന്ന് വന്നാ ഉപനയനം കഴിച്ചാച്ച്. സന്ദീപനി ആശ്രമത്തേക്ക് പോയാച്ച്, പഠിച്ചു വന്നായാച്ച് 64 ദിവസങ്ങൾ കൊണ്ട്. അത് കഴിഞ്ഞ് നേരെ പാണ്ഡവാളോട് ക്ഷേമം അന്വേഷിക്കാൻ പോയാച്ച്. അതൊക്കെ നടുവിൽ അങ്ങ് എന്താ ഇത് സെമന്ത സെമന്തകമണി കാരണം അങ്ങ് ഒരു സത്യഭാമയോട് അപ്പ പോയി വധം പണിന അവളെല്ലാം പോയി ശരി പണിയാച്ച്. அப்படி கண்டினியூஸ் மாறி மாறி வேலைகளாக்கும். അപ്പം அதுக்கு நடுவில் எனக்கு உங்கள்கிட்ட வர முடியலை அப்படின்னு கிருஷ்ணர் சொல்லறார். ரிபுന ഇത് ശത്രുക്കൾ, രിപുജന കലഹൈഹി. ശത്രുക്കളുടെ യുദ്ധം പണി നിന്നിരുന്നാൽ ഉங்கள்கிட்ட വര முடியலை. அதனாலேக்கும் വിളംബന, ഇത്രയും താമസം വന്നത്. ഇതി ത്വയി പരികൃത പരിരംഭണേ. இப்படின்னு பகவான் சொல்லி அவளை ஆலிங்கனம் பண்ணிக்க ராதிகாத்ராக அதிவிவசாகலு நிலில்லி. அந்த ராதாദേവി അത്യന്തം പ്രേമപരവശത്തിനാൽ அந்த ഭഗവാനോട് ലയിച്ച് ചേർന്നു കൂട്ടാ அப்படின்னு சொல்லണം. ഹരേ കൃഷ്ണ.